പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു, മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തന്ന ഈ വചനത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് അവൾക്ക് ഏകജാതനായ ഒരു മകനുണ്ടായിരുന്നു. ആ മകനിലായിരുന്നു അവളുടെ ഏക ആശ്രയം. വളരെ സ്നേഹത്തോടെ ലാളിച്ച് സന്തോഷത്തോടെ ആ കുഞ്ഞിനെ വളർത്തി വരുമ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞ് മരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. ഏകജാതനായ മകൻ മരിച്ചുപോയ ആ മരണദുഃഖവും ആ മരിച്ച കുഞ്ഞിൻ്റെ ബോഡിയും എടുത്തുകൊണ്ട് ശവപ്പറമ്പിലേക്ക് പോകുവാൻ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ യേശു കർത്താവ് അതിൻ്റെ മുൻപിലേക്ക് വരുന്നു. യേശു കർത്താവ് മുൻപിൽ വന്നപ്പോൾ സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ അവിടെ വായിച്ചത്. യേശു കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രണ്ട് വിഷയമാണ് ഇവിടെ പ്രധാനമായി ഓർപ്പിക്കുക. ഒന്ന്, യേശു കർത്താവ് മനസ്സലിഞ്ഞു. രണ്ട്, യേശു കർത്താവ് കരയേണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് ഭൂമിയിൽ മനസ്സലിവില്ലാത്ത ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും മനസ്സുണ്ടെങ്കിലും മനസ്സിനകത്ത് ഒരലിവ്, അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു സ്നേഹം, മനസ്സിനകത്ത് മറ്റുള്ളവരുടെ കഷ്ടതയിൽ, അവരുടെ വേദനയിൽ അവരോട് കൂടെ ഇരുന്ന് അല്പസമയം ഒന്ന് ചെലവഴിക്കുവാനോ അവർക്കൊരാശ്വാസം പറഞ്ഞു കൊടുക്കുവാനോ പലപ്പോഴും സമയമില്ലാത്ത ഒരവസ്ഥയും താല്പര്യമില്ലാത്തൊരവസ്ഥയും നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യർക്ക് ആരോടും ഇന്നൊരു മനസ്സലിവില്ല. എല്ലാവരും സ്വാർത്ഥ താല്പര്യമുള്ളവരായി തീർന്നു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുന്നു. സ്വന്തമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ള ചിന്തയോടുകൂടെ മാത്രം നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അർത്ഥപ്രാണരായി കിടക്കുന്നവരെ കാണുമ്പോൾ ഒന്ന് മനസ്സലിഞ്ഞ് അവരുടെ ബലഹീനതയിൽ, അവരുടെ പ്രയാസഘട്ടത്തിൽ കരം പിടിച്ച് നിന്ന് കരയണ്ട എന്ന് പറയുവാൻ പോലും ഇന്നത്തെ മനുഷ്യർക്ക് സമയമില്ലാതിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ഈ യേശു കർത്താവിൻ്റെ പ്രത്യേകത, ഈ യേശു കർത്താവ് ആരോടും മനസ്സലിയുന്നവനാണ്. ഏകജാതനായ മകന്റെ മരണം സംഭവിച്ച് മരിച്ചുപോയതായ കുഞ്ഞിൻ്റെ ശവവും പേടി അതേ ശവക്കോട്ടയിലേക്ക് പോകുമ്പോൾ, അർത്ഥം മറവ് ചെയ്യാനായി പോകുമ്പോൾ തന്നെ എതിരിട്ട് വരുന്ന യേശു കർത്താവ് പറഞ്ഞ ആദ്യത്തെ വാക്കാണ്, മകളെ നീ മനസ്സലിഞ്ഞ്, മകളോട് മനസ്സലിഞ്ഞ് പറയുക, കരയണ്ട എന്ന്. ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു, ആർക്കും നിങ്ങളോട് മനസ്സലിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കൂടി നടക്കുന്നതായ സഭകളിലോ ആർക്കും നിങ്ങളുടെ കഷ്ടതയിലും വേദനയിലും നിങ്ങളുടെ പ്രയാസത്തിന്റെ വേളകളിലും നിങ്ങളോട് ആർക്കും മനസ്സലിവില്ലാതിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നിങ്ങളോട് മനസ്സലിയുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ പറയുന്ന കർത്താവായ യേശു ക്രിസ്തു അത്രേ. യേശു മനസ്സലിവിന്റെ ദൈവമാണ്. ആരെ കണ്ടാലും മനസ്സലിയുന്നവനാണ്. ശത്രുക്കളോട് പോലും സ്നേഹം പ്രദർശിപ്പിച്ചവനായിരുന്നു കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഈ കഷ്ടതയുടെ നടുവിൽ, നിങ്ങളുടെ ഈ വേദനയുടെ നടുവിൽ, നിങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ യേശു നിങ്ങളോട് മനസ്സലിഞ്ഞിട്ട് പറയുക, നിങ്ങൾ കരയണ്ട, നിങ്ങൾ കരയണ്ട. കാരണം നിങ്ങൾ എന്തുകൊണ്ടാ കരയുന്നതെന്ന് അറിയാവുന്നവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ശവവും ഏറിക്കൊണ്ട് പോകുന്ന ചുറ്റുപാടും സഞ്ചരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് താൽക്കാലികമായ ഒരു ചെറിയ കരച്ചിൽ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവരുടെ കരച്ചിലൊക്കെ നിന്നുപോകും. അവർ പറയുന്ന ആശ്വാസ വാക്കുകൾ നിന്നുപോകും. എന്നാൽ നിത്യതയോളം ആ സ്ത്രീയോട് കൂടെ, ആ മാതാവിന്റെ കൂടെ നിൽക്കേണ്ടത്, അത് നിലനിൽക്കേണ്ട ഒരു സ്നേഹമുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവളോട് മനസ്സറിഞ്ഞിട്ട് പറയുക, മകളെ നീ കരയണ്ട. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കരച്ചിൽ നിർത്ത്. നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണ് കരഞ്ഞുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നത്? നിങ്ങൾ എത്തപ്പെട്ടത് യേശുവിന്റെ മുമ്പിലാണെങ്കിൽ നിങ്ങളുടെ കരച്ചിലിനെ മാറ്റി നിങ്ങൾ വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ഇവിടെ വായിക്കുന്നു,
യേശു കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് പറയുന്നു, ആ ശവം മഞ്ചത്തിൽ യേശു അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. നമ്മുടെ പ്രതികൂലത്തെ ഒന്ന് തൊടാൻ പോലും മനസ്സില്ലാത്തതായ വ്യക്തികൾ, നമ്മൾ കടന്നു പോകുന്ന വേദനാജനകമായ സാഹചര്യത്തിൽ നമ്മുടെ കരത്തെ പിടിച്ചുകൊണ്ട് ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കരയണ്ട എന്ന്? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്ന്? എന്നാൽ ഇന്ന് യേശു കർത്താവ് നിങ്ങളോട് പറയുകയാ, നിങ്ങളുടെ കരത്തെ പിടിച്ചു പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വചനം, യേശു മനസ്സലിവിന്റെ ദൈവമാണ്. ആ യേശു ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കരത്തെ പിടിച്ച് നിങ്ങളുടെ പ്രതികൂലമായ സാഹചര്യത്തെ കൈതൊട്ടുകൊണ്ട് യേശു പറയുന്നു, ഇനിയും നിങ്ങൾ ഈ പ്രതികൂലം കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകണ്ട, നിങ്ങൾ ഇനി ഈ വേദന വഹിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകണ്ട, നിങ്ങൾക്ക് ഞാൻ ആശ്വാസം നൽകുന്ന ദൈവം അത്രേ. തുടർന്ന് ആ ഭാഗത്ത് വായിക്കുന്നു, യേശു കർത്താവ് ആ ബാലന് ജീവൻ തിരിച്ചു കൊടുത്തു, ആ അമ്മയുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി നിങ്ങളുടെ കയ്യിലേക്ക് യേശു ചില നന്മ വെച്ച് തരാൻ പോകുകയാണ്. ആരും മനസ്സലിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരയുന്നവരാണോ, നിങ്ങൾ വേദനിക്കുന്നവരാണോ, ധൈര്യപ്പെടുക. യേശു നിങ്ങളുടെ കരത്തെ ഇന്ന് പിടിച്ചിരിക്കുക. നിങ്ങൾ ഏത് വിഷയത്തിലാണ് തകർന്നിരിക്കുന്നത്, എവിടെയാണോ നിങ്ങൾ വേദനിച്ചിരിക്കുന്നത്, ആ വേദനയുടെ അനുഭവത്തിൽ യേശു പിടിച്ചിട്ട് പറയുന്നു, ഇനിയും നിങ്ങൾ ഈ വേദനയും പേറി നിങ്ങൾ നടക്കണ്ട. സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കാണ്, നിങ്ങളുടെ ഭാരം എന്റെ മേലിട്ടുകൊള്ളുക. യേശു കർത്താവ് പറയുന്നു, ദൈവം നിങ്ങളോട് പറയുക, നിങ്ങളുടെ സകല ഭാരവും യേശുവിന് മേൽ വെച്ച് മുൻപോട്ട് പോകുക. യേശു മനസ്സറിയുന്നു, നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. ഇനിയും ഇന്നു മുതൽ ഈ വചനം കേട്ട നിമിഷം മുതൽ നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്ര കരഞ്ഞുള്ള യാത്രയല്ല, നീറിയ യാത്രയല്ല, സങ്കടപ്പെട്ട യാത്രയല്ല. യേശു കർത്താവിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവകൃപയിലും മുൻപോട്ട് പൊക്കുക. ഇനിയും നിങ്ങൾക്ക് സങ്കടമില്ല. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുക, നിങ്ങളുടെ വേദന മാറുന്നു, നിങ്ങളുടെ ഇല്ലായ്മ മാറുന്നു, നിങ്ങളുടെ പ്രതികൂലം മാറുന്നു. ഈ യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കുക. പ്രതികൂലങ്ങളിൽ അതിജീവിപ്പാൻ, നിങ്ങളുടെ കരച്ചിലെ മാറ്റുവാൻ, നിങ്ങളുടെ കരത്തെ പിടിച്ചുകൊണ്ട് യേശു പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ കർത്താവിൽ ആശ്രയിക്കുക. ഇന്ന് പകൽക്കാലം അങ്ങനെ ജീവിപ്പാനും നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.